അർച്ചന, മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ കൊച്ചി കോർപ്പറേഷനിൽ ഇന്നാണ് LDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അപ്പോൾ ഏത് സമയത്താണ് പത്രികാ സമർപ്പണം? ഈ കൊച്ചിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏത് ഘട്ടത്തിൽ എത്ര ആവേശത്തിലെത്തി നിൽക്കുന്നു? അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കുറേയധികം കൗതുകകരമായ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അർച്ചന നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇന്ന് അത്തരം എന്തെങ്കിലും കാഴ്ചകളിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സമഗ്രമായ വിവരങ്ങൾ. സുന്ദരി, തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കൗതുകമുള്ള കാഴ്ചകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തവണ യുവാക്കളാണ് ഈ കൊച്ചിയിൽ ഇത്തരത്തിൽ മത്സരത്തിനിറങ്ങുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. ഒരുപാട് യുവാക്കളും യുവതികളും എല്ലാം തന്നെ സജീവമായി മത്സര രംഗത്തുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പ്രചരണ ചൂട് അടുക്കുമ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് LDFന്റെ സ്ഥാനാർത്ഥികൾ. കൊച്ചി കോർപ്പറേഷന്റെയും ഒപ്പം ജില്ലാ പഞ്ചായത്തിന്റെയും സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക തയ്യാറെടുക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലെ 28 സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ ഇന്ന് കാക്കനാട് ജില്ലാ കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക നൽകും. അതേസമയം തന്നെ ഇന്നലെയാണ് LDFന്റെ കൺവെൻഷൻ നടന്നത്. അതായത് കൊച്ചി കോർപ്പറേഷന്റെ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് നേതാക്കളെല്ലാം തന്നെ പ്രകടിപ്പിച്ചത്. കാരണം കൊച്ചിയുടെ വികസനം അത്രമാത്രം വളർന്നത് നാം നേരിൽ കണ്ടതാണ്, അത് അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ LDF ഉറപ്പായി അർച്ചനയുടെ ഓഡിയോ പ്രശ്നത്തിൽ എന്തോ ഒരു ചെറിയ അർച്ചന ഉടൻ തന്നെ നമ്മളിലേക്ക് എത്തും. അപ്പോൾ അർച്ചന പറഞ്ഞു വന്നത് കൊച്ചി കോർപ്പറേഷനിൽ എത്രത്തോളം മുൻപന്തിയിലാണ് LDF എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരോടും വോട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ LDF മുന്നണി വോട്ട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടി ഓരോരുത്തരിലേക്കും ഇറങ്ങി ചെല്ലുന്നത് കൃത്യമായ തെളിവുകൾ നിരത്തിയാണ്. അവർ ഈ കഴിഞ്ഞ 5 വർഷം മുന്നോട്ട് വെച്ച വികസനങ്ങളുടെ തെളിവുകൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസം LDF മുന്നണിക്കുള്ളിൽ പങ്കുവെക്കുന്നത് വളരെ വലിയ ഒരു ഊർജ്ജമാണ്. അതുതന്നെയാണ് LDF സ്ഥാനാർത്ഥികൾക്കും ഉള്ളത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 28 LDF സ്ഥാനാർത്ഥികൾ രാവിലെ കാക്കനാട് കളക്ടറേറ്റിൽ ജില്ലാ വരണാധികാരിക്ക് മുന്നിലാണ് പത്രിക സമർപ്പിക്കുക. വളരെ ആവേശോജ്വലമായിട്ടായിരിക്കും ആ പത്രികാ സമർപ്പണം എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ കഴിഞ്ഞ ഈ ഒരു 14 ജില്ലകളിലും നമ്മൾ കണ്ടുവരുന്ന കാഴ്ചയും അതുതന്നെയാണ്. അത്രയേറെ ആത്മവിശ്വാസത്തോടെ ആവേശത്തോടു കൂടിയാണ് ഓരോ സ്ഥാനാർത്ഥിയും യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളുമില്ലാതെ, പടലപ്പിണക്കങ്ങളില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആവേശത്തോടുകൂടി പത്രിക സമർപ്പിക്കുവാൻ വേണ്ടി പോകുന്ന കാഴ്ചകൾ ഓരോ ജില്ലയിൽ നിന്നും നമ്മൾ കണ്ടുവരികയാണ്. ഈ ഒരു കാഴ്ച നമ്മൾ LDF മുന്നണിയിൽ നമ്മൾ കാണുമ്പോൾ അതേ നമ്മൾ കാണുന്ന മറ്റൊന്ന് UDF മുന്നണിയിലും അതേപോലെ തന്നെ NDAയിലും സീറ്റിനെ ചൊല്ലിയുള്ള കോൺഗ്രസ് തർക്കം അത് വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ ഏതായാലും അർച്ചന ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. അർച്ചന പറഞ്ഞു വന്നത് LDFന്റെ പത്രികാ സമർപ്പണത്തെക്കുറിച്ചായിരുന്നു. അതിനോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റു വിശദാംശങ്ങൾ തുടരും. തീർച്ചയായും ഇത്തവണ ഏറ്റവും പ്രധാനമായ ചർച്ചയാകുന്നതും ഒപ്പം LDFന്റെ പ്രചരണം ആയുധമാകുന്നതും കൊച്ചി കോർപ്പറേഷന്റെ വികസന പദ്ധതികളാണ്. കാരണം അത്രമാത്രം പദ്ധതികളാണ് ഇക്കാലയളവിൽ കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയത്. വിശ്വസ്തയുടെ കൊച്ചി, ഒപ്പം സ്ത്രീകൾക്ക് സുരക്ഷിതമായി കഴിയാനുള്ള ഷിബിലോഡ്ജ്, ഇത്തരത്തിലുള്ള അതായത് മട്ടാഞ്ചേരിയിലെ വലിയ സമുച്ചയങ്ങൾ, ഇത്തരത്തിൽ ഭവന ഇല്ലാത്തവർക്ക് വീട് നൽകുക തുടങ്ങിയ ഒരുപാട് പദ്ധതികളാണ് ഇക്കാലയളവിൽ കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇന്നലെ നേതാക്കളെല്ലാം തന്നെ പ്രകടിപ്പിച്ചത്. അത്രമാത്രം ആളുകളുടെ ഇടയിലേക്കും ഇത് എത്തിയിട്ടുണ്ട്. കാരണം സമൃദ്ധിയൊക്കെ ഇന്ന് കൊച്ചിയുടെ മനസ്സായി മാറുകയാണ്. അതായത് അത്രമാത്രം ആളുകൾ ഈ കൊച്ചി ആശ്രയിക്കുന്ന തരത്തിലേക്ക്, അതായത് കൊച്ചിയുടെ സമൃദ്ധി ആശ്രയിക്കുന്ന തരത്തിലേക്ക് കൊച്ചി വളർന്നിട്ടുണ്ട്. അത്രമാത്രം വികസന പദ്ധതികൾ ഇക്കാലയളവിൽ നടന്നു. മാത്രമല്ല കൊച്ചിയെ പല ഇത്തരത്തിൽ ലോകോത്തര നിലവാരത്തിലേക്ക്, അതായത് പല പട്ടികയിലും കൊച്ചി ഇടം പിടിക്കുന്ന കാര്യങ്ങളിലേക്ക് വരെ നീങ്ങി. അത്തരത്തിലുള്ള വികസന പദ്ധതികളാണ് എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച LDF ഭരണത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണി ഉള്ളത്. മാത്രമല്ല ഇതേ സമയം തന്നെ LDFന്റെ കൺവെൻഷന്റെയും ഒപ്പം ഈ ആത്മവിശ്വാസത്തിന്റെ കാര്യമെല്ലാം പറയുമ്പോൾ തന്നെ UDFൽ വലിയ രീതിയിലുള്ള തിരിച്ചറിയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ ഇത്തരത്തിൽ തീരുമാനിച്ചെന്താണ് ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയിലേക്ക് UDFനെ എത്തിച്ചത്. ഇതിലേക്ക് അടക്കം പരാതി പോയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്തരത്തിൽ കീഴ്മാരടക്കമുള്ള ഡിവിഷനുകളിൽ DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ് തനിച്ച് ഒരു തീരുമാനമെടുത്ത് അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആ ഡിവിഷനിൽ പോലും അല്ലാത്ത, അല്ലെങ്കിൽ കൃത്യമായി പ്രവൃത്തി പരിചയമില്ലാത്ത ആളുകളെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന ഏറ്റവും രൂക്ഷമായ വിമർശനം തന്നെയാണ് DCC പ്രസിഡന്റിനെതിരെ ഉയരുകയും ഒപ്പം വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വരികയും ചെയ്യുന്നത്. അതായത് വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇത് മുന്നോട്ട് വരികയാണ്. ഇത് തന്നെ പറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്
ബിജെപിക്ക് സംബന്ധിച്ച വലിയ വെല്ലുവിളി തന്നെയാണ്. അത് കീഴ്മാട് മാത്രമല്ല, മറ്റ് തൃക്കാക്കര അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതേ അവസ്ഥയാണ്. തൃക്കാക്കരയിൽ ഒരു സ്ഥാനാർത്ഥി അടക്കം പിൻവലിക്കേണ്ടി വന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഒന്നടങ്കം പ്രവർത്തകർ വന്നതിന്റെ പശ്ചാത്തലത്തിൽ കീഴ്മാട് തൃക്കാക്കരയിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട അവസ്ഥ യുഡിഎഫിനുണ്ടായി. സമാനമായ രീതിയിൽ ബിജെപിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടെ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാൻ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥികൾ സജ്ജമാണ്. പ്രചരണം ചൂടുപിടിച്ച് കൊച്ചിയിൽ മുന്നോട്ട് പോവുകയാണ്.